വയനാട് മേപ്പാടി താഞ്ഞിലോട് മൂത്താരിക്കുന്ന് പ്രദേശത്തുകാർക്ക് ഇപ്പോൾ ഭീതിയാണ്. കാടിറങ്ങിയെത്തുന്ന ആനകൾ ഇവരുടെ ജീവിതം തന്നെ താറുമാറാക്കുകയാണ്. വൻതോതിലാണ് കൃഷിനാശം. സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാൻ പോലും നാട്ടുകാർക്ക് ഭയമാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഇത് കളഞ്ഞിരിക്കുന്നത്. ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ വെച്ച് ആന ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ആനനെ ഇവിടെ നിർത്തിയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിനെ ആട്ടി വനത്തിലേക്ക് വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഒന്ന് കണ്ണ് അടച്ച് ഒന്ന് ഇരുട്ടി നേരം വെളുക്കുമ്പോഴത്തേനും ഇല്ലാതാക്കി തരുന്നത്. ഇതിന് അധികാരികൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ വേറൊരു മാർഗ്ഗമല്ല. നട്ടുനനച്ച് വളർത്തിയുണ്ടാക്കിയതെല്ലാം ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആനകൾ വന്ന് നശിപ്പിച്ചതിൻ്റെ സങ്കടം പറയുകയാണ് ഈ പഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട രമേഷ് ബാബു. ഈ പുഴ കടന്നെത്തുന്ന ആനകൾ ഈ നാടിൻ്റെ സ്വസ്ഥതയെ തകർക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. തേയില എസ്റ്റേറ്റുകൾ, വനം, തോട്ടങ്ങൾ ഇതെല്ലാം നിറഞ്ഞ ഭൂപ്രദേശമാണിത്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കാട്ടാനകളുടെ നാട്ടിലേക്കുള്ള വരവാണ്. തോട്ടങ്ങളിൽ കയറി മതിക്കും, ഇറക്കിയ കൃഷിയെല്ലാം നശിപ്പിക്കും. രാവിലെ ഉണർന്നു നോക്കുന്ന നാട്ടുകാർക്ക് ഉഴുതുമറിച്ചിട്ട പാടം പോലെ കാണാം തോട്ടം. നെഞ്ച് പൊട്ടിപ്പോകാതിരിക്കുന്നത് എങ്ങനെ? കാണുമ്പോൾ നെഞ്ഞ് പൊട്ടുകയാണ്. ഇന്നലെയൊക്കെ വന്ന സംഭവം ഞങ്ങൾക്ക് കരച്ചിൽ വന്നിട്ട് വളപ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങളൊന്നും ഒരു ഭക്ഷണം വരെ കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയുള്ളൂ. അത്ര അധ്വാനിച്ചുണ്ടാക്കി ഞങ്ങൾ രാപ്പകലില്ലാതാണ് അധ്വാനിച്ചുണ്ടാക്കുന്നത്. ഇവിടെ 2 പേരെ ഞങ്ങൾ അധ്വാനിക്കുന്നത്, വേറെ ഇതാക്കുന്നില്ല, വേറെ പുറമെ പോകുന്നില്ല, ഒരു മേപ്പാടി പോക്കോ ഒന്നും ഇല്ലാതെയാണ് പണിയെടുക്കുന്നത്. ഒരു 6 മണി വരെ പണിയെടുത്തിട്ട് ഞങ്ങൾ മക്കളെ വളർത്തി. ഈ കൃഷി കൊണ്ടാണ് മക്കളെ വളർത്തുന്നത്. ചാലിയാറിന്റെ കൈവഴിയായ മീനാക്ഷിപ്പുഴ മുറിച്ചു കടന്നാണ് കാട്ടാനകൾ എത്തുന്നത്. 1ഉം 2ഉമല്ല, കൂട്ടങ്ങളായാണ് വരവ്. കാടതിർത്തിയിൽ ഫെൻസിംഗ് ഇല്ല. അതിനാൽ തന്നെ ആനകൾക്ക് സുഗമമായെത്താം, എല്ലാം നശിപ്പിക്കാം. ഇരുൾ വീഴുമ്പോൾ തന്നെ ഈ നാട്ടുകാർക്ക് ഭയം ഇരട്ടിക്കും. 6 മണി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കൃഷി മാത്രമല്ല 4 പേരാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ ആന ചവിട്ടി കൊന്നിരിക്കുന്നത്. ഈ ഒരു ആന ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത്, ഈ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ജീവന സംരക്ഷണമാണ്. ഒരു ഏലച്ചെടി ഇത് പറയാം, ഇത് ഞങ്ങളുടെ നിത്യ വരുമാനമാണ്. ഇത് ഒരു ചെടിയിൽ നിന്ന് ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഫോറസ്റ്റുകാർ പറഞ്ഞാൽ 12 രൂപ. ഈ 12 രൂപ വേണ്ട, ഞങ്ങൾക്കിത് കയറരുത്. ഞങ്ങളുടെ സ്ഥലത്ത് ആന കയറരുത്. ഫോറസ്റ്റ് ഞങ്ങൾ വന്യമൃഗങ്ങൾക്കെതിരല്ല, പക്ഷേ ആ വന്യമൃഗങ്ങളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സ്ഥലത്ത് സേഫ്റ്റിയായിട്ട് വളർത്തണം. മേപ്പാടിയിൽ വനം വകുപ്പിന് കീഴിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ശക്തിപ്പെടുത്തണമെന്നും വാച്ചർമാരുടെ എണ്ണം കൂട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ആനകളുടെ നാടിറക്കത്തിന് അറുതിയുണ്ടാക്കാൻ അതിർത്തിയിൽ ഹാങ്ങിങ് ഫെൻസിംഗ് വേഗത്തിൽ സ്ഥാപിക്കണമെന്നും ആവശ്യമാണ്. താഞ്ഞിലോട് മുത്താറിക്കുന്ന പ്രദേശത്ത് ആന കയറാത്ത തോട്ടങ്ങളില്ല. എല്ലാം തകർത്തെറിഞ്ഞാണ് കാട്ടാനകൾ കടന്നു പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. വനം വകുപ്പും സർക്കാരും ഇടപെടണമെന്നാവശ്യപ്പെടുന്നു ഈ നാട്ടുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാരുടെ ആശങ്ക ചെറുതല്ല, അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. 6 മണി തുടങ്ങിയ ആന വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പുറത്തിറങ്ങി നോക്കാൻ പറ്റില്ല. പടക്കം പൊട്ടിക്കുന്ന കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങാൻ ധൈര്യമില്ല, മക്കളെ പുറത്ത് വിടലില്ല. പക്ഷേ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ എന്താ ചെയ്യാന്ന് അറിയില്ല. ഏലം നാശാക്കി, കവുങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ചക്കയും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാം നാശാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല.
എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ജീവനല്ലേ വലുതേ. ചെറിയ മക്കളൊക്കെ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ളൊരു പേടിയാണ് ആനേനെ പേടി. ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കുറച്ച് കാലമായിട്ട് തുടങ്ങിയൊരു പ്രശ്നമാണിത്. കാരണം ആദ്യമൊക്കെ ഇത് ഇവിടെ ഒരു പേടിയില്ലാണ്ട് ജീവിച്ച ആൾക്കാരാണ്. ഇപ്പോൾ മറ്റേ കൂടല്ലൂർ പോലെ ആയിട്ടുണ്ട്. ഒരു 6 മണി 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങും, വരണില്ലേ എന്ന് വെച്ചിട്ട്. കാരണം അത്രത്തോളം ഭയാനകമാണ് നിലവിലെ അവസ്ഥ. ഫോറസ്റ്റുകാർക്ക് പരിമിതികളുണ്ട്, നാട്ടുകാർക്കും പരിമിതികളുണ്ട്. ഇതൊക്കെ ഒരു ദിവസം പരിമിതികളൊക്കെ പൊട്ടിയിട്ട് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്.